ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് വീടിന് ചുറ്റും നട്ടു വെച്ചിരിക്കുന്ന കുറച്ച് കൂർക്ക പറിച്ചെടുക്കാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റഡ് ബക്കറ്റ്. ഇതിനകത്ത് നമ്മൾ കൂർക്ക നട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന്. പൊട്ടിക്കുക മീൻസ് ഇളക്കി നോക്കുക. നമുക്ക് ചെറിയ ചെറിയ കൂർക്ക വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ നോക്കാം. വിത്തുകളല്ല, കിഴങ്ങാണ് വേണ്ടത് നമുക്ക് കറി വെക്കാൻ വേണ്ടി. അപ്പം നല്ല വലിപ്പമുള്ളത് കിട്ടുവാണെങ്കിൽ വൃത്തിയാക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതേപോലെ തന്നെ വലിയ ഒരെണ്ണം കിട്ടി ഗൈസ്. അങ്ങനെ ഒരുപാടെടുത്ത് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിന്ന് വിളവെടുക്കുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഇതുണ്ടോ അതിനകത്ത് മുട്ടത്തോടൊക്കെ ഞാൻ പണ്ട് വളമായിട്ട് ഇട്ടേക്ക് കണ്ടു. അപ്പോൾ മുട്ടത്തോടൊക്കെ വളമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിടണം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ദ്രവിക്കാതെ കിടക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആ ബക്കറ്റ് ഫുള്ളായിട്ട് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇത്രയും കൂർക്കക്കിഴങ്ങാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ വിത്തായിട്ട് മണ്ണിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു തവളക്കുട്ടനെ കണ്ടു. അവനോട് ഹായ് ഒക്കെ പറഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോയി. അവിടെ ഒരുപാട് ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. കൂർക്കയുടെ വിളവെടുപ്പ് ഇനിയും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് വിളവെടുപ്പുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്